വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 10-ാം തീയതി രാവിലെ 7:18 ആയിട്ടുണ്ട്. ഇവിടെ പറ്റാത്ത ദിവസങ്ങളിൽ ടെലഗ്രാം ചാനലിൽ ചാർട്ട് ലെവല്, നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ലെവല് ടെലഗ്രാം ചാനലിൽ ഇടും. അതേപോലെ തന്നെ എന്തിനാണ് പോയിന്റ് ഓഫ് കൺട്രോൾ, നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ചാടി അവിടെ പോയി ഇവിടെ പോയി അത് നോക്കി ഇത് നോക്കി അങ്ങനെ നോക്കി ഒന്നും ചെയ്യുന്നില്ല. വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒറ്റ പോയിന്റ് ഓഫ് കൺട്രോൾ, പാക്ക് അല്ലെങ്കിൽ POC എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് എത്രത്തോളം നിങ്ങൾ നോക്കും തോറും അത് എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ പറയുകയാണ്, ഈ പാക്ക് സ്പോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സ്പോട്ടിന്റെ സ്ട്രൈക്കിനെ ബേസ് ചെയ്തിട്ടാണ്, അതും അറ്റ് ദ മണി ബേസ് ചെയ്തിട്ടാണ്. കാരണം അറ്റ് ദ മണി എന്ന് പറയുന്നത് ആണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന സ്ഥലം. ഓപ്ഷൻ സെല്ലേഴ്സ്, ഓപ്ഷൻ ബയർ, ATM എന്ന് പറയും. ഇത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ്, ബിസിനസ് നടക്കുന്ന ഒരു സ്ട്രൈക്കാണ് അറ്റ് ദ മണി. പിന്നെ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണിയിലാണ് ഓപ്ഷൻ സെല്ലർ കൂടുതലും പെട്ടെന്ന് DK ആകും എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചിളകും. മനസ്സിലായില്ലേ? ഔട്ട് ഓഫ് ദ മണി. അപ്പം അങ്ങനെ ഔട്ട് ഓഫ് ദ മണി നേക്കഡ് ആയിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. CEO, PEO നേക്കഡ് ആയിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഹെഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇതിനൊന്നും കോംപ്ലിക്കേഷനിലൊന്നും പോകാതെ ഓൺലി പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. 23,900. ഓക്കെ, പുട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ചാർട്ട്. 23,900 ഇന്നത്തെ എക്സ്പയറിയുടെ സ്ട്രൈക്കാണ് നമ്മൾ നോക്കുന്നത്. കണ്ടോ, നമ്മൾ ഇന്നലെ പോയിന്റ് ഓഫ് കൺട്രോൾ 200 രൂപയാണ് പറഞ്ഞിരുന്നത്, 200 റുപ്പീസ്. ഓക്കെ, ഈ 200 റുപ്പീസിന്റെ അവിടെ രാവിലെ, അതായത് ഒരു ആദ്യത്തെ ക്യാൻഡിൽ നല്ല ഗ്രീൻ ക്യാൻഡിൽ വച്ചതിന് ശേഷം ഇത് നേരെ വന്നു ചേർന്നത് ഈ സമയത്താണ്. 10:45 ഈ 200 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോളിൽ വന്ന് ചേർന്നു. അതിനുശേഷം അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. എത്ര നേരം? 10:45 മുതൽ 2:15 വരെ ഇവിടെ തന്നെ ഈ ലെവലിൽ തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഏതാണ്? 23,900 എന്ന് പറയുന്ന പുട്ട്. ഓക്കെ, അത് തന്നെ അതിന്റെ കാൾ, അതേ സ്ട്രൈക്കിന്റെ കാൾ CE. ഓക്കെ, CE അതിന്റെ മുകളിൽ എപ്പോഴാണ് അക്സെപ്റ്റൻസ് കിട്ടിയത്? അതേ 2:15. അതിന് മുന്നേ അക്സെപ്റ്റൻസ് കിട്ടി, ഇവിടെ അക്സെപ്റ്റൻസ് കിട്ടി, ഇവിടെ അക്സെപ്റ്റൻസ് കിട്ടി. ഫോർ എക്സാമ്പിൾ, ഇതില് 11:30 കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ലോസ്, SL അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിനുശേഷം വന്ന അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:45 അതിൽ കയറി, അതായത് രണ്ടാമത്തെ ട്രേഡ് ഇതിൽ കയറിയെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ലോസ്, SL അടിക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം ആ ക്യാൻഡിന്റെ ലോവിൽ ഒരു SL വെച്ചിട്ട് ഒരു CE വാങ്ങിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഹൈ എത്രയാണ് പോയിരിക്കുന്നത്? ഹൈ 328, 200 128 പോയിന്റ്. അത്രയ്ക്ക് നമ്മൾ എന്താ പറയാ, ഒരു ക്ഷമാശീലത നമുക്ക് കാണൂല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയാലും ഒരു 20-30 പോയിന്റ് ഈസി ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്കിവിടെ ഏൺ ചെയ്യാമായിരുന്നു. ഇത് 200ന്റെ മുകളിൽ പോയിന്റ് ഓഫ് കൺട്രോൾ CE, അതേ സ്ട്രൈക്കിന്റെ CE നമുക്കിവിടെ കിട്ടി. ഇങ്ങനെ വേണം നിങ്ങൾ പാക്ക് ബേസ് ചെയ്തിട്ട് നോക്കാൻ. പാക്ക് ബേസ് ചെയ്ത് എങ്ങനെ നോക്കണം പോയിന്റ് ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു ഇൻഡിക്കേറ്റർ ആണ്, ഒറ്റ ലൈനാണ്. ഉണ്ട്, ആ ഒറ്റ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്ന് പോയിന്റ് ഓഫ് കൺട്രോൾ 190 രൂപയാണ്. ഇതാണ് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ലെവൽ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഒരു 600 പോയിന്റിൽ കൂടുതലാണ് ഒരു ഗ്യാപ് ഡൗൺ താഴെ നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും ബാങ്ക് നിഫ്റ്റി ഒരു 2000 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് താഴെ ഓപ്പൺ ആയത്, അല്ലെ? ഇന്നലെ ഡേ ഓപ്പൺ ആയത്. സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഭയങ്കര, എല്ലാവരും സെല്ല് ചെയ്യുന്നു, എല്ലാവരും സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നു, എല്ലാവരും ഇത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇത് നല്ല താഴോട്ടാണ് പോകുന്നത്. പക്ഷേ സെല്ലിംഗ് പ്രഷർ ഇല്ലാതെ തന്നെ ആ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ലോ കട്ട് ചെയ്തേയില്ല. ഇന്നലത്തെ ദിവസം ഈ ആദ്യത്തെ 15 മിനിറ്റിന്റെ ലോ, അതായത്
23,804 എന്ന് പറയുന്ന ആ ലെവല് അതിന് താഴെ ഒരു കട്ട് കണ്ടതേ ഇല്ല. എല്ലാം പിന്നെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. എന്നിട്ട് ഒരു മുകളിലോട്ട് റിവേഴ്സൽ നമ്മൾ കാണാനാണ് പറ്റിയത്. സോ ഇതാണ് ലെവല്. നോക്കിയോളൂ. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ പറഞ്ഞു 190. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.